ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമുക്ക് സ്ഥിരം കമൻറ്റ് വരുന്ന ഒരു പരിപാടിയാണ് നമുക്ക് ക്രെഡിറ്റ് സ്കോർ എത്രയും പെട്ടെന്ന് എങ്ങനെ നമുക്ക് കൂട്ടാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞ സാധനം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ക്രെഡിറ്റ് എടുത്തിട്ടുണ്ടായിരിക്കണം. അതായത് ലോൺ ആയിക്കോട്ടെ, എന്ത് തരം ലോൺ ആയിക്കോട്ടെ, അത് സെക്യൂർഡ് ആയിക്കോട്ടെ അൺസെക്യൂർഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് എടുത്തിരിക്കണം. അപ്പോൾ ഇതിൽ ഏറ്റവും ബെസ്റ്റ് പരിപാടി നമുക്ക് ക്രെഡിറ്റ് സ്കോർ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് കൂട്ടാന്നുള്ള പരിപാടി വന്നത് ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. അപ്പോൾ കുറേ പേർക്ക് എന്തായാലും നോർമലി സാധാരണ ക്രെഡിറ്റ് കാർഡ് കിട്ടില്ല, എന്ന് വെച്ചാൽ ഇൻകം കാർഡിലുള്ളവർക്കൊക്കെ കിട്ടുള്ളൂ. അങ്ങനത്തെ സൈഡിലാണ് ആക്ച്വലി FD ക്രെഡിറ്റ് കാർഡ് എന്ന കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ FD ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ എല്ലാ ബാങ്കിനും ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ നോർമൽ ബാങ്കുകളുടെ FD ക്രെഡിറ്റ് കാർഡ് ഓഫ്ലൈൻ ബ്രാഞ്ച് പോയൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ അതിനൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ അവരുടെ ഇനീഷ്യൽ എമൗണ്ട് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ നമുക്ക് തരുന്ന ലിമിറ്റ് കുറവായിരിക്കും. അതാണ് ഈ മെയിൻ ബാങ്കുകളുടെ FD കാർഡ് എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന രണ്ട് മെയിൻ കോമൺ ആയിട്ട് ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന FD കാർഡുകളുടെ കുറിച്ചാണ്. അതിൽ ആദ്യത്തെ പറഞ്ഞാൽ നമ്മുടെ SBM ബാങ്കിൻ്റെ ZTAPും കൂടിയിട്ട് ടൈപ്പ് ചെയ്തിറക്കുന്ന നമ്മുടെ SBM ബാങ്ക് ZTAP ക്രെഡിറ്റ് കാർഡ്. ഇത് രണ്ട് പറയുന്നതും RuPay വേരിയൻ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് UPIയിൽ ഉപയോഗിക്കാൻ പറ്റും. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിലിയോ, അതും SBM ബാങ്കിൻ്റെ തന്നെയാണ്. രണ്ടെണ്ണത്തിന് ഞാൻ അപ്ലൈ ചെയ്യാൻ റെഫർ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ 2 ദിവസം മുമ്പ് നമ്മുടെ മെയിൻ ചാനൽ ഇട്ടുണ്ട്, കാണാത്തവർ പോയി കണ്ടു നോക്കുക. രണ്ടും ലൈഫ് ടൈം ഫ്രീ കാർഡ് തന്നെയാണ്. ക്രെഡിലിയോട് നമുക്ക് എന്താ ബെനിഫിറ്റ് വെച്ചാൽ നമുക്ക് ഫ്യൂൽ അടിക്കുമ്പോൾ നമുക്ക് അതിൽ പോയിന്റ് കിട്ടും. നമ്മുടെ ZTAPിൻ്റെ കാർഡിലാകുമ്പോൾ നമുക്ക് ഫ്യൂലിന് അടിക്കുമ്പോൾ പോയിന്റ് കിട്ടില്ല. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഞാൻ ZTAPാണ് കുറച്ചുകൂടി റെക്കമെൻഡ് ചെയ്യുക. നമ്മുടെ കസ്റ്റമർ കെയർ ആയിക്കോട്ടെ, നമ്മുടെ ഈ സാധനം ക്ലോസ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ലേ. പിന്നെ ഒരു മെയിൻ പോയിന്റ് പറയാനുള്ളത്, നിങ്ങളൊരു FD ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നുണ്ടെങ്കിൽ മിനിമം 6 മാസമെങ്കിലും സാധനം ഹോൾഡ് ചെയ്യാൻ നോക്കുക. അതിന് മുമ്പ് ഇത് ക്ലോസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർ ഫൈനും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് ബാക്കി എമൗണ്ട് തരുള്ളൂ. അപ്പോൾ വൻ നഷ്ടമായിരിക്കും. പിന്നെ നമുക്കിത് ഇപ്പോൾ മിനിമം ബാലൻസ് എമൗണ്ടൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 5000 രൂപയാണ് മിനിമം ബാലൻസ് ആയിട്ട് വരുന്നത്. 5000 ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ 90% നമുക്ക് ലിമിറ്റായിട്ട് കിട്ടുക. ഇതിന് മുമ്പ് ആക്ച്വലി ഈ SBM ZTAP എന്ന് പറഞ്ഞ സാധനം ഇതിന് മുമ്പ് മാഗ്നറ്റ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ RuPay വേരിയൻ്റ് ഇപ്പോൾ ഒരു ടൈപ്പ് മാറ്റിയതാണ്. അപ്പോൾ അതിന് ആക്ച്വലി 2000 രൂപയൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ കൂട്ടി ഇപ്പോൾ 5000 ആക്കിയിട്ടുണ്ട്. മിനിമം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ, എന്ന് വെച്ചാൽ FD എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് പറഞ്ഞത്. എന്ന് വെച്ചാൽ നമ്മളിത് ഈ ഒരു കൊല്ലം നോർമൽ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്ന ഒരു കൊല്ലമാണ്. അപ്പോൾ ഈ ഒരു കൊല്ലം കഴിയുമ്പോൾ നമുക്ക് നമ്മളിട്ട എമൗണ്ടിൻ്റെ കൂടെ ഒരു 7% കൂടി ഇൻട്രസ്റ്റും കൂടിയാണ് തിരിച്ചു കിട്ടുക. അപ്പോൾ അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതാണ് FD എന്ന് പറയുന്ന സാധനം. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതന്നെ ആദ്യം മനസ്സിലാക്കുക. കുറേ പേർക്ക് ഈ സംഭവം എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് എടുത്ത് പറയുന്നത് മാത്രം. അപ്പോൾ ഞാൻ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് നൽകാൻ താഴെ കൊടുത്തിട്ടുണ്ട്. രണ്ടിടത്തിന് ഇട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് താല്പര്യം അത് നോക്കിയിട്ടെടുക്കാം. എന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ZTAPിൻ്റെ SBM ബാങ്കിൻ്റെ ZTAPിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഒക്കെ ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. പറയുമ്പോൾ രണ്ടും നമ്മുടെ SBM ബാങ്കിൻ്റെ തന്നെയാണ്. SBM ബാങ്ക് എന്ന് പറയുന്നൊരു ഫോറിൻ ബാങ്കാണ്. നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൊറീഷ്യസ് അവിടുത്തെ ബാങ്ക്, അതിൻ്റെ ഒരു ഇന്ത്യൻ സബ്സിഡറിയാണ് SBM ബാങ്ക് ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ ഒന്നും ബ്രാഞ്ച് ഇല്ല. പക്ഷേ നോർത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു 10, 12, 16 ബ്രാഞ്ചാണ് ഉണ്ട് അവർക്ക്. മെയിൻ സിറ്റീസിലൊക്കെ അവർക്ക് ബ്രാഞ്ച് ഉണ്ട്. ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ഫുൾ ഓൺലൈൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ അവരുടെ ഇമെയിൽ സപ്പോർട്ടും കസ്റ്റമർ കോൾ നമ്പറൊക്കെ അവരുടെ വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ZTAP ആകുമ്പോൾ അവർക്ക് സെപ്പറേറ്റ് ഒരു ആപ്പാണ്. അപ്പോൾ 2 കോപ്പറേറ്റർ ക്രെഡിറ്റ് കാർഡാണ്. മറ്റേതാകുമ്പോൾ ഡയറക്റ്റ് നമ്മുടെ SBM ബാങ്കിൻ്റെ തന്നെയാണ് ക്രെഡിലിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ നോവിയോ എന്നൊക്കെ പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്. അത് ക്രെഡിലിയോ തന്നെയാണ്, സെയിം തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടെണ്ണമായാലും നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് നൽകാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിലും ഫിനാൻഷ്യലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ Instagram പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്, മറക്കല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.